ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗിവൺ കോംപ്ലക്സ് നമ്പർ തന്നാൽ ആ കോംപ്ലക്സ് നമ്പറിനോട് അസോസിയേറ്റ് ആയിട്ട് പുതിയ രണ്ട് ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗിവൺ കോംപ്ലക്സ് നമ്പറിന് നമ്മൾ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാറുണ്ട്. ജനറലി ഒരു ഗിവൺ കോംപ്ലക്സ് നമ്പർ തന്നാൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം, z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള രൂപത്തിൽ എഴുതാം. എക്സും റിയൽ നമ്പറാണ്, വൈയും റിയൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനോട് അസോസിയേറ്റ് ആയിട്ട് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ എക്സ് മൈനസ് ഐ വൈ. ഇവിടെ ചെയ്തത് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളതിനെ എക്സ് മൈനസ് ഐ വൈ ആക്കി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിൻ്റെ സൈന് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ z bar. Therefore, the conjugate of a complex number x plus iy is given by x minus iy and it is denoted by z bar. For example, z is equal to 2 plus 3i ആണെങ്കിൽ z bar എന്ന് പറഞ്ഞാൽ 2 minus 3i ആയിരിക്കും. അതേപോലെ z is equal to minus 1 plus i ആണെങ്കിൽ z bar മൈനസ് 1 മൈനസ് ഐ ആയിരിക്കും. z ഈസ് ഈക്വൽ ടു 2 മൈനസ് 3i ആണെങ്കിൽ z bar എന്ത് വരും, 2 പ്ലസ് 3i. അതായത് 2 മൈനസ് 3iനെ കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് 2 പ്ലസ് 3i കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, if we are given the complex number 2 plus 3i, if we taking the conjugate, then we will get 2 minus 3i. Again, if we taking the conjugate, we will get 2 plus 3i. Therefore, if we taking the conjugate of a complex number repeatedly, that means the conjugate of a conjugate വീണ്ടും ചെയ്യുന്ന സമയത്ത് ആരായിട്ട് മാറും, ഗിവൺ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള z തന്നെയായിട്ട് മാറും. ഇനി ജിയോമെട്രിക്കലി എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഏതൊരു കോംപ്ലക്സ് നമ്പർ തന്നാലും അതിനെ നമുക്ക് R2 എന്നുള്ള പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിസ് ആയിട്ട് റിയൽ ആക്സിസും വൈ ആക്സിസ് ആയിട്ട് ഇമാജിനറി ആക്സിസും ട്രീറ്റ് ചെയ്യാം. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് R2 എന്നുള്ള രൂപത്തിൽ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയർ ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ ഡിഫൈൻ ചെയ്യാം. റിയൽ ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ്, ഇമാജിനറി ആക്സിസിൽ വൈ ഡിസ്റ്റൻസ് എടുത്താൽ ഇയാളായിരിക്കും നമ്മുടെ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പർ. ഇറ്റ് ഈസ് our complex number x plus iy. What happens if we taking the conjugate of the given number? കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓർഡേർഡ് പെയർ ആയിട്ട് എക്സ് വൈ എന്നുള്ളതിന് പകരം ആരാണ് വരിക, എക്സ് കോമ മൈനസ് വൈ. വൈ ഡിസ്റ്റൻസ് മുകളിലോട്ട് ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ വൈ ഡിസ്റ്റൻസ് മൈനസ് ആകുന്ന സമയത്ത് ഇത്രയും ഡിസ്റ്റൻസ് താഴോട്ട് വരും. Therefore എക്സ് മൈനസ് വൈ എന്നുള്ള എക്സ് കോമ മൈനസ് വൈ എന്നുള്ള പെയർ എവിടെ വരും, നേരെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു രൂപത്തിൽ എക്സ് കോമ മൈനസ് വൈ എന്നുള്ള ഓർഡേർഡ് പെയർ എഴുതാം. z bar ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. എക്സ് മൈനസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ ഈ ഒരു രൂപത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ജിയോമെട്രിക്കലി ഒരു കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എടുക്കുന്ന സമയത്ത് എന്താണ് വരുന്നത്, അയാൾ എക്സ് ആക്സിന് അറൗണ്ട് ആയിട്ട് റിയൽ ആക്സിന് അറൗണ്ട് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക, റിഫ്ലക്റ്റിംഗ് അക്രോസ് ദ റിയൽ ആക്സിസ്. ഇഫ് യു ആർ ഗിവൺ 2 plus 3i, what happens if you taking the conjugate of a complex number? If you are given the number 2 plus 3i, what happens if you taking the conjugate? 2 plus 3i can be ordered by 2, 3. x distance 2 വരും, ഇമാജിനറി ഡിസ്റ്റൻസിൽ 3 വരും. 2 plus 3i എന്നുള്ള കോംപ്ലക്സ് നമ്പർ നമുക്ക് മാർക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ 2 plus 3i. And if we taking the conjugate, we will get 2 minus 3i.
അപ്പോൾ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ദ ഇൻ്റർചേഞ്ചിങ് ഓഫ് the imaginary part, the sign of imaginary part will result another complex number. That complex number is defined by conjugate of a complex number. Now we are moving on to modulus of a complex number. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നു. ഗിവൺ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ജനറലി x പ്ലസ് iy എന്നുള്ള രൂപത്തിൽ മാർക്ക് ചെയ്തു. അയാളെ നമ്മൾ R2 എന്നുള്ള പ്ലെയിനിൽ റിയൽ ആക്സ് ആയിട്ട് എക്സ് ആക്സും ഇമാജിനറി ആക്സ് ആയിട്ട് വൈ ആക്സും ആക്കി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് കോമ വൈ എന്നുള്ള പെയറാക്കി ട്രീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. നമുക്ക് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറായിട്ട് ആരെ ട്രീറ്റ് ചെയ്യാം? z എന്നുള്ള കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈനെ ട്രീറ്റ് ചെയ്യാം. വെക്റ്റർ ആകുന്ന സമയത്ത് അതിനെന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വെക്റ്ററിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്ത് കാണാൻ രണ്ട് പോയിന്റ്സ് അറിയാം. എൻ പോയിന്റ്സ് ആയിട്ട് എക്സ് കോമ വൈ ഉണ്ട്, ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് 0 0 ഉണ്ട്. രണ്ട് 2 പോയിന്റ് ഫോം തന്നാൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ഫോർമുല x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. രണ്ട് പോയിന്റ്സ് x1 y1 എന്നുള്ള പോയിന്റും x2 y2 എന്നുള്ള പോയിന്റും തന്നാൽ ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് കാണാനുള്ള, ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് വരും? റൂട്ട് ഓഫ് x2 മൈനസ് x1, x2 x ആണ്, x1 0 ആണ്, x സ്ക്വയർ പ്ലസ് y2 മൈനസ് y1, y2 y ആണ്, y1 0 ആണ്, therefore x square plus y square. Therefore, if we treating the complex number as a vector in R2 plane, we can find the modulus of the vector and it is given by root of x square plus y square. This quantity is called modulus of the complex number z. ഈ വെക്ടറിൻ്റെ മോഡുലസ് ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിനെ തന്നെയാണ് നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇഫ് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഫോർ എക്സാമ്പിൾ z ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3i എടുക്കുന്ന സമയത്ത് മോഡ് z എന്ത് വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ x square plus y square equal to root of 4 plus 9 which is given by 30. Therefore, the complex modulus of a complex number is defined by modulus of z is equal to root of x square plus y square. ഇനി ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ 3 ഓപ്പറേഷൻസ് പറയണം. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ മോഡുലസും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത്, മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത്, മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത്, സബ്ട്രാക്ട് ചെയ്താൽ എന്ത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. z എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ തന്നു. അയാളെ നമ്മൾ സം z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് വിളിച്ചു. ആൻഡ് ഇറ്റ് ഇസ് കോൺജുഗേറ്റ് ഈസ് ഗിവൺ ബൈ z ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. വാട്ട് ഹാപ്പൻസ് if the number and its conjugate is added? Z plus z bar equal to is given by x plus iy plus x minus iy. രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാൻ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 2x വരും. 2x പ്ലസ് iy മൈനസ് iy ക്യാൻസൽ ചെയ്ത് പോകും. Therefore, z plus z bar is 2x. This will implies z plus z bar by whole by 2. 2നെ കണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? x. That is, we have a property z plus z bar by 2 equal to x. x ആരാണ്? Real part of the complex number. ജിയോമെട്രിക്കലി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഒരു എക്സ് ഡിസ്റ്റൻസും ഒരു വൈ ഡിസ്റ്റൻസും മാർക്ക് ചെയ്തു.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് കോമ വൈ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പർ മാർക്ക് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് റിയൽ ആക്സിന് അറൗണ്ടായിട്ട് അക്രോസ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ എന്നുള്ള കോൺജുഗേറ്റ് z ബാർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ഇവിടെ വരും. സെഡും z ബാറും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരാണ് കിട്ടുന്നത്? റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ ആരായിട്ട് മാറും? സെഡും z ബാറും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇയാൾ വരും. ഇതാണ് നമ്മുടെ z പ്ലസ് z ബാർ ബൈ 2 എന്നുള്ള കോംപ്ലക്സ് നമ്പർ. നൗ വാട്ട് അബൌട്ട് z മൈനസ് z ബാർ ബൈ 2? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് z മൈനസ് z ബാർ ഒന്ന് നോക്കാം. z മൈനസ് z ബാർ ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു എക്സും എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. റിയൽ പാർട്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി ഐ വൈ മൈനസ് മൈനസ് ഐ വൈ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. ഇമാജിനറി പാർട്ട് 2i വരും. വിൽ ഇംപ്ലൈസ് 2i ഡിനോമിനേറ്ററിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? z മൈനസ് z ബാർ ബൈ 2i ഈക്വൽ ടു y which is equal to imaginary part of the complex number. Therefore, we have another property z minus z bar by 2i equal to y which is equal to imaginary part of the complex number. Geometrically നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കാം. എക്സ് പ്ലസ് ഐ വൈയും കിട്ടി, എക്സ് മൈനസ് ഐ വൈ ഉണ്ട്. അവർ തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ട് 2i കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് y എന്നുള്ള റിയൽ നമ്പറാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇയാളായിട്ട് മാറും. That is given by z minus z bar by 2i. Now, what about z into z bar, which is equal to x plus iy into x minus iy. That is equal to a plus b into a plus b പോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. b ആയിട്ട് ആരെ ട്രീറ്റ് ചെയ്താൽ മതി? iy-നെ ട്രീറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യിപ്പിക്കാം. We have a plus b into a minus b equal to a square minus b square. ഇവിടെ ബിക്ക് പകരം ആരാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് പകരം എക്ക് പകരം എക്സും ബീൻ്റെ സ്ഥാനത്ത് ഐ വൈയും ആണ് ഉള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ വരും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി ആരാണ്? ഐ വൈ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവരെ രണ്ടാളെയും രണ്ട് നമ്പേഴ്സ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ആണ് നമ്മൾ ഐ ആക്കി ഡിഫൈൻ ചെയ്തത്. ഐ സ്ക്വയർ ആരായിട്ട് വരും? -1. -1 ഇൻറ്റു വൈ സ്ക്വയർ, ദാറ്റ് മീൻസ് മൈനസ് ഓഫ് വൈ സ്ക്വയർ. ഈ മൈനസും ആ മൈനസും കൂടി ആരായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ദെർഫോർ z ഇൻറ്റു z ബാർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മളൊന്ന് മുകളിലേക്ക് എഴുതാണ്. z ഇൻറ്റു z ബാർ ഈസ് ഗിവൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഏതൊരു കോംപ്ലക്സ് നമ്പർ z തന്നാലും എക്സ് പ്ലസ് ഐ വൈ തന്നാൽ അതിൻ്റെ മോഡുലസ് കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചു. മോഡുലസ് നമ്മൾ ഡിഫൈൻ ചെയ്തത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡിനെ ഓഫ് സെഡിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്തെന്ന് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. Therefore z into z bar is given by mod z square. Z into z bar is mod z square.
അപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടീസാണ് ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും തമ്മിലുള്ള 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇവിടെ വിഷ്വലൈസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് ഏതൊരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും തമ്മിൽ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പറിൽ നിന്ന് അതിൻ്റെ കോഞ്ചുഗേറ്റ് മൈനസ് ചെയ്തിട്ട് 2i കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോഡുലസിൻ്റെ സ്ക്വയർ കിട്ടും. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ z is equal to 2 plus 3i. What about the z bar? It is given by 2 minus 3i. 2 plus 3iയും 2 minus 3iയും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 plus 3i plus 2 minus 3i. 3iകൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 plus 2 4 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കിട്ടും. ദാറ്റ് മീൻസ് ദ റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. അതേപോലെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 plus 3i മൈനസ് 2 minus 3i. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി 3i മൈനസ് 3i പ്ലസ് ആയിട്ട് മാറും 6i ആയിട്ട് മാറും. 2i കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് iയും ക്യാൻസൽ ചെയ്തു 6/2 ഈക്വൽ ടു 3. ആൻഡ് ഫൈനലി 2 plus 3i into 2 minus 3i is given by root of x square 4 plus y square. A plus b into a minus b is equal to a square 2 square minus b square. b is given by 3i the whole square. നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് i square ആയിട്ട് മാറും, -1 ആയിട്ട് മാറും. 3 square 9 ആയിട്ട് മാറും, -9 equal to 4 plus 9 equal to 13. That is the square of the modulus of the complex number 2 plus 3i. സോ നമ്മൾ ഈ വീഡിയോയിൽ ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു കോംപ്ലക്സ് നമ്പർ കോഞ്ചുഗേറ്റ് എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പറും കോഞ്ചുഗേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിയൽ പാർട്ട് അതുപോലെ വെക്കുക, ഇമാജിനറി പാർട്ടിൻ്റെ സൈന് ഇൻ്റർചേഞ്ച് ചെയ്യാം. എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും കോഞ്ചുഗേറ്റ് എന്നുള്ള കോംപ്ലക്സ് നമ്പർ. അതേപോലെ വെക്ടർ ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ആ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും തമ്മിൽ ആഡ് ചെയ്യുക, ഡിഫറൻസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആ സമയത്ത് നമുക്ക് ആരെയാണ് കിട്ടുക എന്നുള്ളത് ആഡ് ചെയ്ത് കണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പറും ഡിഫറൻസ് ചെയ്തിട്ട് 2i കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇമാജിനറി പാർട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോഡുലസിൻ്റെ സ്ക്വയറും കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒബ്സർവ് ചെയ്തത്. മറ്റു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പറുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, പ്രിലിമിനറീസ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് മറ്റു വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.